ബ്രസീലിന് നെതർലൻഡ്സോ ജപ്പാനോ രണ്ടാമതൊരു ടീമായിരിക്കും. ഇതിൽ ഏത് ടീമിനോടായിരിക്കും ഏറ്റുമുട്ടിയാലായിരിക്കും ബ്രസീലിന് കുറച്ചുകൂടി ഒരു പോസിറ്റിവിറ്റി? അതല്ല, രണ്ട് ടീമിൻ്റെ കയ്യിലും ബ്രസീൽ സഫർ ചെയ്യാൻ സാധ്യതയില്ല. ഇപ്പോൾ ഈ ജപ്പാൻ കഴിഞ്ഞ എൻ്റെ ഓർമ്മ നവംബറിലാണെന്ന് തോന്നുന്നു ബ്രസീൽ ഒരു ഏഷ്യൻ ടൂർ നടത്തിയപ്പോൾ ജപ്പാനോട് തോറ്റിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു യൂറോപ്യൻ ഫുട്ബോൾ പവർ ഹൗസ് രീതിയിൽ നെതർലൻഡ്സ് വേറെയാണ്. പിന്നെ അത് മാത്രമല്ല, ലോകകപ്പിൽ 1998 സെമിഫൈനൽ ഡെന്നിസ് ബെർഗ്കാമിന്റെ ഒരു മികച്ച ഫിനിഷിംഗ് അല്ലേ? എന്റെ ഓർമ്മ ക്ലൈവേർട്ട് ആണ് അന്ന് ഗോൾ അടിച്ചത്. പാട്രിക് ക്ലൈവേർട്ട്. ഓക്കെ, പിന്നാലെ നമ്മുടെ റൊണാൾഡോ നാസാരിയും മറുപടി ഗോൾ അടിച്ചു. ഓക്കെ, വാൻഡർ സാർ പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ്. എനിവേ നെതർലാൻഡ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്ന് പറയാം, ബ്രസീലും നെതർലാൻഡ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏകദേശം ഒരേ ശൈലിയിലൊക്കെ കളിക്കുന്ന ടീമാണ്. അപ്പോൾ നല്ല രീതിയിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആഗ്രഹിക്കുക ജപ്പാന് വരാൻ തന്നെയാണ്. തീർച്ചയായിട്ടും ജപ്പാന് ഒക്കെ ഒരു ടീം വർക്ക് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് റിസൾട്ട് ഉണ്ടാകുന്ന ടീമാണെങ്കിൽ പോലും എപ്പോഴും ഒരു ഏഷ്യൻ ടീം അവർ തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. അതൊരു ശരിക്കും നമ്മളൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇതാണ്, സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ്. അതൊരു ഏഷ്യൻ ടീമാണ്. അത് പലപ്പോഴും മുൻവിധികളാവാം, മുൻവിധിയോട് ചിലപ്പോൾ വന്നിട്ട് റിസൾട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരാറുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെയാണ്. അപ്പോൾ യൂറോപ്യൻ ടീമുകൾ ഇതേപോലെ തന്നെ നമ്മൾ പാരമ്പര്യമുള്ള ഫുട്ബോൾ ടീമാണ്. ഒരുപാട് വേൾഡ് കപ്പിൽ മുൻപ് 3 തവണ ഫൈനലിലെത്തിയ ടീമാണ്. ഇതേപോലെ തന്നെ ഒരുപാട് വലിയ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ടീമാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്ലേയേഴ്സിനെ സമ്മാനിച്ച ടീമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, നമ്മളൊരു പ്രിഫറൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ബ്രസീല് നേരിടാൻ ആഗ്രഹിക്കുന്നത് ഒരു അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു മെൻ്റൽ ഒരു ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജപ്പാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് വരാൻ സാധ്യത. പിന്നെ ഞാൻ ആ പറഞ്ഞ സ്കോർ ലൈനാണ് റൊണാൾഡോയും ക്ലൈവോട്ടാണ് ഗോൾ അടിച്ചെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അത് ആരാദ്യം ഗോൾ അടിച്ചെന്ന് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. പഴയ ഓർമ്മ എന്നെടുത്ത് പറഞ്ഞാണ്. എന്തായാലും പിന്നെ അന്ന് ഷൂട്ടൗട്ടിലാണ് 98 ബ്രസീൽ ജയിക്കുകയായിരുന്നത്. ടഫ്രയിലായിരുന്നു ഗോളി. ഇപ്പം ബ്രസീലിന് ജപ്പാനോ നെതർലൻഡ്സോ എന്നുള്ളത് ഈ ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബ്രസീൽ ഏത് സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു എന്നതിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തായിട്ടും ആയിരിക്കും ഇരിക്കുക.